Hello students, now we are continuing with the discussion of continuity of Thomae's function. We have proved earlier that Thomae's function is continuous at every irrational numbers. എല്ലാ irrational numbers Thomae's function continuous ആണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. Now we are going to prove that Thomae's function h is discontinuous at every rationals. ആ പാർട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. So let us consider a rational number a. A ഒരു rational number ആണ് എന്ന് വിചാരിക്കുക. As we have done in the case of Dirichlet's function, we are selecting a rational number, say x1 near to a. A ക്ക് അടുത്തുള്ള irrational. A is rational, so we select an irrational near to a ആയിട്ടുള്ള ഒരു ഇറാഷണൽ നമ്പർ ആദ്യം കിട്ടുന്നതിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് ഏത് വേണമെങ്കിലും എടുക്കാം. എക്ക് അടുത്ത് ഇഷ്ടംപോലെ റാഷണൽസ് ഉണ്ട്, ഇഷ്ടംപോലെ ഇറാഷണൽസ് ഉണ്ട്. നമുക്കിപ്പോൾ എ റാഷണൽ ആയതുകൊണ്ട് റാഷണലിനെ അല്ല വേണ്ടത്, ഇറാഷണലിനെ. വി ആർ ഗോയിങ് ടു ഫോം എ സീക്വൻസ് വിച്ച് കൺവേർജസ് ഓഫ് ഇറാഷണൽസ് വിച്ച് കൺവേർജസ് ടു എ. സെലക്ട് ആൻ ഇറാഷണൽ നമ്പർ x1 നിയർ ടു എ. ദെൻ എ എവിടെയാണ് എന്ന് വിചാരിക്കുക. നമുക്ക് അതിനടുത്ത് ഇത്ര പോലും അകലം വേണ്ട, ഒരു x1 ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ഇത് റിയൽ ലൈനിലെ രണ്ട് പോയിന്റ്സ് ആണ്. എ ഈസ് എ റാഷണൽ, x1 ഈസ് ആൻ ഇറാഷണൽ. ബിറ്റ്വീൻ ദീസ് ടു റിയൽ നമ്പേഴ്സ് ദർ ആർ റാഷണൽസ് ആൻഡ് ഇറാഷണൽസ്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എയോട് അടുത്തോണ്ടിരിക്കും. അടുത്ത ഇറാഷണൽ നമ്പർ x2. അപ്പോൾ ആദ്യം x1 കിട്ടി, അടുത്തത് നമ്മൾ x2, എല്ലാം ഇറാഷണൽസ് ആണ് x2. ഇനി എയും x2ഉം റിയൽ നമ്പേഴ്സ് ആണ്. അതിനിടയ്ക്ക് റാഷണൽസ് ഉണ്ട്, ഇറാഷണൽസ് ഉണ്ട്. അതിനിടയ്ക്കുള്ള ഇറാഷണൽ ഇതിനിടയ്ക്ക്. സോ ദിസ് ഇസ് x3. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യും. ഇത് x3. അടുത്തത് എക്കും x3ക്കും ഇടയ്ക്ക് ഇനിയും സ്പേസ് ഉണ്ട്. സ്പേസ് വളരെ കുറവാണെങ്കിലും അതിനിടയ്ക്കൊക്കെ ഇഷ്ടംപോലെ റാഷണൽസും ഇറാഷണൽസും ഉണ്ട് എന്ന് നിങ്ങൾക്ക് വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ല. റാഷണൽസും ഇറാഷണൽസും ഇഷ്ടംപോലെ ഉണ്ട്. എക്കും x3ക്കും ഇടയ്ക്കുള്ള അടുത്ത ഇറാഷണൽ ആണ് x4. സോ വി ഫോം എ സീക്വൻസ്. ഇങ്ങനെ എഴുതണമെന്നില്ല, സീക്വൻസ് xn ഓഫ് ഇറാഷണൽസ്. ഈ സീക്വൻസിൽ എല്ലാവരും ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അതെങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ കണ്ടില്ലേ? എക്ക് അടുത്തുള്ള x1 എടുത്തു, പിന്നെ അവരുടെ ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ പോയിന്റ്സ് എടുക്കുന്നത്. എയുടെ പുറകിലേക്ക് പോകത്തില്ല, എയോട് അടുത്തോണ്ടിരിക്കുകയാണ്. സോ ദ സീക്വൻസ് xn converges to the point a. This is an irrational sequence converges to a. And xn's എല്ലാം ഇറാഷണൽസ് ആണ്. അതുകൊണ്ട് h of xnന്റെ വാല്യൂ അറിയാം. തോമസ് ഫംഗ്ഷൻ h പോസിറ്റീവ് ഇറാഷണലിലൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ കേട്ടോ. h of xn equal to 0 for all n. So limit h of xn equal to 0. എല്ലാം 0 ആണ്, അതുകൊണ്ട് ലിമിറ്റ് hxn എല്ലാം 0 ആണ്, അതുകൊണ്ട് ലിമിറ്റ് hxn 0 ആയിരിക്കും. Then what about h of a? a ഒരു റാഷണൽ നമ്പർ ആണ്. a ഒരു റാഷണൽ ആണ്, a പോസിറ്റീവ് ആണ്. അപ്പൊ m/n ഫോമിൽ എഴുതി 1/n ആണ്. അപ്പോൾ അതിന് h of x കൊടുക്കാൻ പോകുന്ന വാല്യൂ എ പോസിറ്റീവ് ആയതുകൊണ്ട് എത്ര വലിയ നമ്പർ ആണെങ്കിലും ചെറിയ നമ്പർ ആണെങ്കിലും ഒരു 1/n പോസിറ്റീവ് ആയിട്ട് തന്നെ ഉണ്ടാവും. 0 അല്ല, 1/n 0 അല്ല. h of a is a rational, a is positive, a 0 അല്ല. അതുകൊണ്ട് 1/n ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ 0 അല്ലാത്ത ഒരു നമ്പർ നമുക്ക് കിട്ടും. a is a rational, a positive means h of a implies h of a is പോസിറ്റീവ്. അത്രയും മതി നമുക്ക്. ഇത് ഡിഫറെന്റ് ആണെന്ന് സ്ഥാപിച്ചാൽ h of a ഒരു പോസിറ്റീവ് നമ്പർ ആണ്. 1/n ഫോമിലുള്ള ഒരു പോസിറ്റീവ് എ ഒരു റാഷണൽ നമ്പർ ആണ്. അതിനെ m/n ഫോമിൽ ലോവസ്റ്റ് ടേംസിൽ എഴുതുക. m/n ഫോമിൽ എഴുതുമ്പോൾ കിട്ടുന്നത് 1/n ആണ് h of a ക്ക് പറയാൻ പോകുന്ന വാല്യൂ. ദാറ്റ് ഇസ് എ പോസിറ്റീവ് നമ്പർ. പക്ഷെ എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസിന്റെ ലിമിറ്റ് 0 ആയിരുന്നു. സോ ലിമിറ്റ് h of xn നോട്ട് ഈക്വൽ ടു xn tends to a. ഇത് നിലനിൽക്കുമ്പോഴും ലിമിറ്റ് ഓഫ് h of xn ലിമിറ്റ് ഓഫ് സീക്വൻസ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ആ സീക്വൻസിന്റെ ഫങ്ഷണൽ വാല്യൂസ് ലിമിറ്റ് ഓഫ് h of xn does not converge to h of a. h of a ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഇത് 0 ആണ്, ഇത് പോസിറ്റീവ് ആണ്. ലിമിറ്റ് h xn h of a പോസിറ്റീവ് നമ്പറിലേക്ക് ഇതെല്ലാം 0 ആണ്. ലിമിറ്റ് h xn 0 ആണ്. hxn എല്ലാം 0 ആണ്, ലിമിറ്റ് hxn 0 ആണ്. അതിന് പോസിറ്റീവ് നമ്പറിലേക്ക് പോകാൻ പറ്റുന്നില്ല. സോ ബൈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ദ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് Thomae's ഫംഗ്ഷൻ അറ്റ് എവരി റാഷണൽസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഓരോന്നിനും ഓരോ ടെക്നിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക.
കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. ചിലപ്പോൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിക്കും, ചിലപ്പോൾ ലിമിറ്റ് ക്രൈറ്റീരിയ ഉപയോഗിക്കും. അങ്ങനെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിച്ചു. സീക്വൻസ് എക്സൻ എയിലേക്ക് പോകുമ്പോൾ സീക്വൻസ് എച്ച് ഓഫ് എക്സൻ എച്ച് ഓഫ് എ പോസിറ്റീവ് നമ്പർ എച്ച് ഓഫ് എക്സൻ എല്ലാം സീറോ ആയി. അങ്ങനെ ഒന്നും എച്ച് ഓഫ് എക്സൻ എച്ച് ഓഫ് എയിലേക്ക് പോയില്ല. സോ the Thomae's function is discontinuous at every rationals. And you know that there are infinite number of rationals and infinite number of irrationals which are positive. അതുകൊണ്ട് infinite number of points ഇത് കണ്ടിന്യൂസ് ആവും. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഡിസ്കണ്ടിന്യൂസ് ആവും. ഒരു പോയിന്റിൽ മാത്രം ഡിസ്കണ്ടിന്യൂസ് ആവുന്ന കേസ് നമ്മൾ കണ്ടു. ഒരു ഫംഗ്ഷൻ പറയുന്ന മുഴുവൻ സ്ഥലത്ത് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന കേസ് കണ്ടു. ഒരുപാട് പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആവുന്നതും ഒരുപാട് പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആവുന്നതും ഒരേ സമയം സാധിക്കുന്ന ഒരു ഫംഗ്ഷനാണ് തോമീസ് ഫംഗ്ഷൻ എന്നും കണ്ടു. These are some examples of continuity and discontinuity. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. 6th സെമസ്റ്ററിന്റെ ആരംഭമാണ് എന്ന് വിചാരിച്ച് പഠിക്കുക. കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. കേൾക്കുന്നുണ്ടോ ഇത് പറയുന്നതിന്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ കേൾക്കുന്നവർ കൂട്ടുകാരോടും പറയുക. 6th സെമസ്റ്ററിൽ തുടങ്ങുന്ന ക്ലാസ്സുകളായതുകൊണ്ട് പിന്നീട് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് മാറും. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, തിങ്കളാഴ്ച നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സിന്റെ എക്സാം ഉണ്ട് എന്നറിയാം. ഇതിനിടയിൽ അതിനും പഠിക്കണം. ഓപ്പൺ കോഴ്സ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നത്ര സിലബസേ ഉള്ളൂ, സിമ്പിളാണ് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇതിനിടയിൽ അതും പഠിക്കണം. ഓപ്പൺ കോഴ്സിന്റെ എക്സാമും നന്നായിട്ട് പഠിച്ചെഴുതുക. തുടർന്ന് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ തന്നെ ക്ലാസ്സുകളുണ്ട്. അപ്പം അവിടെ വരുമ്പോഴേക്കും ഓൺലൈനിൽ പഠിപ്പിച്ച ക്ലാസ്സുകളുടെ മെറ്റീരിയൽസ് കണ്ട് നോട്ട്സ് ഒക്കെ എഴുതി അത് പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. ഇല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാകും. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി ചെയ്യുക.